ഹായ്, ഇന്ന് നല്ലൊരു പച്ചപ്പ് വിരിഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പുൽമേടും അതുപോലെ തന്നെ വലിയൊരു തടാകവും കൂടെ ചേർന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ചെറിയ ചെടികൾ നിങ്ങളെ കാണിക്കാം. വളരെ ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള ചുമന്ന പൊട്ടുകൾ പോലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള നല്ലപോലെ പച്ചപ്പ് വിരിഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ തടാകത്തിൽ മറ്റൊരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇതാ ഒരാളിരുന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടാകത്തിൽ കണ്ടോ, വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തടാകത്തിൻ്റെ ഏകദേശം നടുക്കായിട്ട് ഒരാൾ മീൻ പിടിക്കുന്ന കാഴ്ച ഞാൻ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കാൻ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? വളരെ മനോഹരമല്ലേ? വളരെ മനോഹരമാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഒന്നും പറയാനില്ല. വളരെ നല്ല സുന്ദരമായ സ്ഥലങ്ങൾ ഇനിയും നമുക്ക് കാണാം. ഗൈസ്, ഈ മുള്ളിൻ്റെ കട്ടി കണ്ടോ? എത്ര നമ്മൾ ഒടിച്ചെടുത്താൽ പോലും ഒടിയത്തില്ല. അതുപോലെ കട്ടിയുള്ള മുള്ളുകളുള്ള മരങ്ങളാണ് ഈ തടാകത്തിന് ചുറ്റും കാണുന്നത്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ട്. അതായത് ഇത് കുത്തിക്കയറും. അതുപോലെ ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. നല്ല കുത്തിക്കയറുന്ന രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള മുള്ളാണുള്ള ചെടിയാണ്. ഹായ് ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഒരു മുൾക്കൂടിനകത്താണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് കാണാം, ഭയങ്കര ഷാർപ്പായിട്ടും വളരെ കട്ടിയുള്ള മുള്ളുകളുള്ള ഒരു മരമാണ് കേട്ടോ നിൽക്കുന്നത്. ആ മരത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നോക്കൂ, അങ്ങോട്ട് ചവിട്ടിയാലും ഇങ്ങോട്ട് ചവിട്ടിയാലും കാല് കിഴിഞ്ഞു പോകുന്ന പോലത്തെ ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഭയങ്കര ഷാർപ്പാണ്. എന്ത് മുള്ളാണിത്! ഇത് സൂചിയെക്കാട്ടിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര കട്ടിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കൊണ്ട് കയറിയാലത്തെ അവസ്ഥ ഒന്നും പറയാനില്ല കേട്ടോ ഗൈസ്. അതുപോലെ ഷാർപ്പാണ്. പോയി മുള്ളുമുരിക്കെ കയറ് എന്ന് പറയുന്നവരോടായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മുള്ളുമുരിക്കെ തന്നെയാണ്. നല്ല മുള്ളുള്ള മുരിക്കൊന്നുമല്ല, പക്ഷേ അധികം ഭയങ്കര മുള്ളുള്ള ഒരു ചെടിയുടെ ഒരു മരത്തിൻ്റെ മണ്ടയിലാണ്. ചെടി എന്ന് പറയാൻ പറ്റത്തില്ല, മരത്തിൻ്റെ മണ്ടയിൽ തന്നെയാണ് കേട്ടോ ശരിക്കും ഞാൻ നിൽക്കുന്നത്. ശരിക്കും മുള്ളിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തൊരു സുഖമാണെന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ. ഹായ്, ഇത്രയും വലിയ മുള്ളുള്ള ഈ മരം വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള മുള്ളു ഉള്ള ചെടിയാണ്, മരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഈ മരം ഏതാണെന്ന്, ഈ മരത്തിൻ്റെ പേരെന്താണെന്ന്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹായ്, തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഈ തടാകത്തിൻ്റെ കേട്ടോ. അപ്പം നമുക്ക് വേറൊരു കാഴ്ചയും കൂടെ കാണാൻ പറ്റും. തടാകത്തിൽ നിറച്ചും ഈ മുള്ളുള്ള ചെടികൾ തടാകത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി കാഴ്ചയാണ്, അടിപൊളി കാഴ്ച, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ചെടി തടാകത്തിനകത്തും വളരും, തടാകത്തിന് വെളിയിലും വളരും. ഇപ്പം കണ്ടില്ലേ ആ ജീവി എന്താണ്? ഞാനും ആ ജീവി മാത്രമാണ് ഇപ്പം ഈ സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, പ്രകൃതിയുടെ വളരെ മനോഹരമായ വർണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ വേറെ എവിടെ കിട്ടാനാണ് അല്ലേ?
വളരെ മനോഹരമായ നല്ല മൈതാനം പോലെ ഒരു സ്ഥലവും കൂടെ ഇവിടെയുണ്ട്. ഈ തടാകത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല മൈതാനം പോലെ പച്ചപ്പ് വിരിച്ച മൈതാനം ഈ തടാകത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട്. വളരെ മനോഹരമാണ്. മുള്ളിച്ചെടികളും അതുപോലെ തന്നെ ഇതുപോലത്തെ മനോഹരമായ മൈതാനവും പച്ച വിരിച്ച മൈതാനവും പിന്നെ വലിയൊരു തടാകവുമുള്ള വളരെ പ്രകൃതി മനോഹാരിത നിറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്.